നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ മാസം 28-ന് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി എം ബി രാജേഷ് പ്ലാന്റ് നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേർത്തല നഗരസഭയ്ക്ക് 74 കോടിയുടെ വാർഷിക ബഡ്ജറ്റ്. സാമൂഹ്യക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുന്തിയ പരിഗണന. വൈസ് ചെയർമാൻ ടി.എസ്. അജയകുമാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് ചേർത്തലയുടെ സമഗ്ര വികസനത്തിന് വഴിതുറക്കുമെന്ന് ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ട് പുറപ്പാടും തിരിച്ചെഴുന്നള്ളത്തും ദർശിച്ച് ഭക്തസഹസ്രങ്ങൾ സായുജ്യരായി. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7,65,00,000 രൂപ തട്ടിയെടുത്ത കേസ്. 2 തായ്വാൻ സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു. 20,000 രൂപ അടയ്ക്കാത്തതിന് വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് ലേലത്തിനായി വീടിന്റെ ചിത്രമുള്ള പോസ്റ്റർ പതിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ആലപ്പുഴ ജില്ലയിൽ സജ്ജമായി. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച ശുചിമുറി മാലിന്യ പ്ലാന്റ് ഈ മാസം 28-ന് മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചേർത്തല നഗരസഭ അധികൃതർ. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി ഈ മാസം 28-ന് യാഥാർത്ഥ്യമാകും. ദേശീയപാതയ്ക്ക് സമീപം ചേർത്തല നഗരസഭ ആനതറവെളിയിലാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നാട്ടിൻപുറങ്ങളിലും പുഴകളിലും പാതയോരങ്ങളിലും വലിയ മലിനീകരണ പ്രശ്നമായ ശുചിമുറി മാലിന്യം തള്ളുന്നതിനാണ് ഇതോടെ ശാശ്വത പരിഹാരമാകുന്നത്. 7.33 കോടി രൂപ ചിലവിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. 36ഓളം മാലിന്യം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഏജൻസികൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ദിവസേന 2.5 ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം ഇവിടെ സംസ്കരിക്കാൻ കഴിയും. ജില്ലയിൽ ആദ്യമായി നിർമ്മിച്ച ചേർത്തല ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം 28-ാം തീയതി വൈകിട്ട് 5-ന് നടക്കും. സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ചേർത്തല നഗരസഭ ആനതറവെളിയിൽ നിർമ്മിച്ച പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ ശുചിമുറി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പറഞ്ഞു. റീബിൽഡ് കേരളയായി ബന്ധപ്പെട്ട് 7.7 കോടി രൂപ മുടക്കിയാണ് നമ്മൾ ഈ ശുചീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇത് സോളാർ പാനലിൽ കൂടിയാണ് നമ്മളുടെ പകുതി സമയവും ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കക്കൂസ് മാലിന്യം നമ്മുടെ പ്രദേശത്ത് തോടുകളിലും അതുപോലെ തന്നെ കുളങ്ങളിലും പാടങ്ങളിലും കൊണ്ടുവന്ന് അടിക്കുന്നതായിട്ടുള്ള ഒരു സവിശേഷത നമ്മൾ കാണുകയാണ്. നാട്ടുകാരുടെ പരാതി അടക്കം നിരവധി പരാതികൾ നമ്മൾക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ 2022 നമ്മൾ ചേർത്തലയെ മാലിന്യമുക്ത ചേർത്തലയാക്കി മാറ്റിയെങ്കിലും ഇന്നും ഇതുപോലെ കുറേ അധികം ആൾക്കാർ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് വേണം നമ്മൾക്ക് പറയാനായിട്ട്. തീർച്ചയായിട്ടും അതെല്ലാം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒട്ടനവധി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ചേർത്തല നഗരസഭയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യമായിട്ട് മാറുകയാണ്. മുംബൈ ആസ്ഥാനമായ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 10 വർഷത്തേക്ക് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിയും നഗരസഭയും ഒപ്പുവെച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ശുചിമുറി മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ പ്രളയ ദുരിതാശ്വാസ പുനരധിവാസ പദ്ധതിയായിട്ടുള്ള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 7.7 കോടി രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 250 KLD കിലോ ലിറ്റർ പെർ ഡേ 2.5 ലക്ഷം ലിറ്റർ പ്രതിദിനം ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷിയാണ് ആ പ്ലാന്റിനുള്ളത്. ഒരു ദിവസം 60-70 ലോഡ് ശുചിമുറി മാലിന്യം നമുക്കവിടെ പരിപാലനം ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം
28-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. സോളാറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റായിരിക്കും ഇത്. പ്ലാന്റ് പ്രവർത്തനക്ഷമമായതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിൻ്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾ നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിലെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാനാണ് തീരുമാനം. ഇതുകൂടാതെ ഖരമാലിന്യം ജൈവവളമാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിലുള്ള ജലമലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 90% പ്രവർത്തനം സോളാറിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ആറാട്ട് പുറപ്പാടും തിരിച്ചെഴുന്നള്ളിപ്പും കണ്ട് ഭക്തസഹസ്രങ്ങൾ സായുജ്യരായി. വാസുദേവ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദേവന്റെ ഉത്സവം ഭക്തിനിർഭരമായ ആറാട്ടോടുകൂടി സമാപിച്ചു. ആറാട്ട് പുറപ്പാടും തിരിച്ചെഴുന്നള്ളത്തും ദർശിച്ച ഭക്തസഹസ്രങ്ങൾ സായുജ്യരായി. ഗജവീരൻ മച്ചാട് ജയറാം ദേവന്റെ തങ്കത്തിടം പേറ്റി. രാവിലെ തെക്കേ ഗോശാലയിൽ പത്മമിട്ട മണ്ഡപത്തിൽ നിന്ന് ദേവനെ എഴുന്നള്ളിച്ച അഭിഷേകം നടത്തി. മഞ്ഞൾപ്പൊടിയാടി പ്രസന്ന പൂജയ്ക്ക് ശേഷം ശ്രീകോവിലേക്ക് ആനയിച്ചു. ആറാട്ടുചട്ടത്തിൽ ചാർത്താനുള്ള മാലയും ഉടയാടയും നവരാക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ എത്തിച്ചു. ദേവൻ അഭിഷേകം ചെയ്യാനുള്ള ചന്ദനം വടക്കേ വായരത്തിൽ നിന്ന് കഞ്ഞിപ്പാടം വട്ടപ്പായിത്ര ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവാളും കൊണ്ടുവന്നു. തന്ത്രി അകത്തുപൂജ കഴിച്ച ഉത്സവബലി തിടമ്പിലേക്ക് ദേവചൈതന്യം ആവാഹിച്ച് ബിംബം പട്ടുകൊണ്ട് മൂടിക്കെട്ടി പാണികൊട്ടി ആറാട്ടുബലിക്കായി പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ആനക്കൊട്ടിലിൽ വന്ന ഗജപൂജ നടന്നു. തുടർന്ന് ആറാട്ട പുറപ്പെട്ടു. ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ കുളത്തിൽ ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളത്ത് ആരംഭിച്ചു. വെളിയിൽക്കാവ് ക്ഷേത്രം, കച്ചേരിമുക്ക കുടുംബി സേവാ സംഘം കരയോഗം, മൂടാമ്പാടി ജംഗ്ഷൻ, മല്ലശ്ശേരി ക്ഷേത്രം വക റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ, അമ്പലപ്പുഴ 1632 നമ്പർ NSS കരയോഗം, പുത്തൻകുളം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. പുത്തൻകുളം കരയിൽ വെച്ച സ്വർണ്ണക്കുടയും വെള്ളിക്കുടയും ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. പടിഞ്ഞാറെ ആൽച്ചുവട് മുതൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഇറക്കി എഴുന്നള്ളിച്ച കൊടിയിൽ നിന്ന് ദേവചൈതന്യം ആവാഹിച്ച് നാലമ്പലത്തിന് വലം വെച്ച ശ്രീകോവിലിൽ കടന്ന് ചൈതന്യം ബിംബത്തിൽ ലയിപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർണ്ണമായി. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭയ്ക്ക് 74 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റ്. സാമൂഹ്യക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബഡ്ജറ്റിൽ മുന്തിയ പരിഗണന. ചെയർപേഴ്സൺ ഷെർലി ഭാർഗവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ TS അജയകുമാർ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ്, അമൃത് സമ്പൂർണ്ണ ഗാർഹിക കുടിവെള്ള പദ്ധതി, ചേലൊത്ത ചേർത്തല പദ്ധതിയുടെ 2ാം ഘട്ടം, സേവ് AS കനാൽ ക്യാമ്പയിൻ, കനാൽ ഫെസ്റ്റ് തുടങ്ങി മുൻവർഷങ്ങളിൽ വിഭാവനം ചെയ്ത വിവിധ പദ്ധതികൾ വിജയകരമാക്കിയതിൻ്റെ തുടർച്ചയാണ് ഇത്തവണത്തെ ബജറ്റെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പറഞ്ഞു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിൻ്റെ 5ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. കിടപ്പ് രോഗികളായ അനാഥരും നിരാശ്രയരുമായ വയോജനങ്ങൾക്ക് ആശ്വാസമേകാൻ വയോ സാന്ത്വനം പദ്ധതി ലക്ഷ്യമിടുന്നു. സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. വയോജനങ്ങളുടെ ഉല്ലാസയാത്ര, ഓഫീസുകൾ, വയോജന സൗഹൃദമാക്കൽ, മരുന്ന് വിതരണം, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ, വയോജനങ്ങളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ഭിന്നശേഷി കലാകായിക മത്സരങ്ങളും കലോത്സവങ്ങളും മുതലായവ വിപുലമായി സംഘടിപ്പിക്കും. 197 ലക്ഷം രൂപയാണ് ഈ മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. ദ്രവമാലിന്യ പരിപാലന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായും നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിക്കുന്നതിനായും 190 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യം, ശുചീകരണം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കായി 390 ലക്ഷം രൂപ വകയിരുത്തി.
മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളും കായലുകളും സംരക്ഷിച്ച് ജല സംരക്ഷണം ഉറപ്പാക്കും. പുതിയ കാനകളും കലുങ്കുകളും നിർമ്മിക്കും. വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട്. ആകെ 125 ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. 769 ലക്ഷം രൂപയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ആർദ്ര റെസിഡൻഷ്യൽ സ്കൂൾ, അർബൻ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ എന്നിവയ്ക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിക്കും. ചേർത്തല TBക്ക് സമീപം പാർക്ക്, ലാൻഡിംഗ് പ്ലേസ്, സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഓപ്പൺ ഓഡിറ്റോറിയം, അറവുശാല, വെറ്റിനറി ഡിസ്പെൻസറി എന്നിവ നിർമ്മിക്കും. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം സംരക്ഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മ്യൂസിയം നിർമ്മിക്കും. തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി 1960 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത സ്വച്ഛ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും GIS മാപ്പിങ്ങിനും നഗരസഭയ്ക്ക് ISO സർട്ടിഫിക്കേഷനും മറ്റുള്ളവയ്ക്കുമായി 65 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുട്ട മാർക്കറ്റിൽ പുതിയ മീറ്റ് സ്റ്റാളുകൾ നിർമ്മിക്കുന്നതിനായി 20 ലക്ഷം രൂപ വകയിരുത്തി. ടൗൺ സ്കൂൾ ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള പൊതു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഐക്യകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്കായി ആകെ 183 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തദ്ദേശീയരായ രാഷ്ട്രീയ സാംസ്കാരിക നായകർക്ക് സ്മാരകം, സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം എന്നിവ നിർമ്മിക്കും. മറ്റ് കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ആകെ 105 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ചേർത്തലയുടെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുമെന്ന് ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ 2020 രൂപം കൊണ്ട ഈ കൗൺസിലിൽ 5 വർഷത്തിനിടയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കുക, ഏകദേശം PMA വഴിയിൽ കൂടി 495 വീടുകൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 35 വാർഡുകളിലും കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ 2022 മുതൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ചേർത്തല നഗരത്തിൽ നടക്കുന്നത്. പിന്നെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വയോ സാന്ത്വനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊതു പങ്കാളിത്തത്തോടുകൂടി, സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പകൽ വീട് നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള നമ്മുടെ ചേർത്തല നഗരസഭയെ പറ്റി പറയുമ്പോഴത്തേക്കും ആകെ നമ്മൾക്ക് 68 പേരാണ് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുള്ളത്. ആ അതിദരിദ്രരിൽ ഇനിയിപ്പം 3 പേർക്ക് മാത്രമാണ് നമ്മൾക്ക് വീട് ഇല്ലാത്തതായിട്ടുള്ളത്. അതും ഇന്നലെയോടുകൂടി നമ്മൾക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്ഥലം അടക്കം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരെയും പുനരധിവസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, എലിക്കുട്ടി ജോൺ, മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് എന്നിവരും പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.65 കോടി രൂപ തട്ടിയെടുത്ത കേസ് അന്വേഷണം തുടരുന്നു. 2 തായ്വാൻ സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 2 തായ്വാൻ സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീണ്ടും ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു. മണ്ണഞ്ചേരി SI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചൊവ്വാഴ്ച വൈകിട്ട് പോയത്. തായ്വാൻകാർക്ക് പുറമെ തട്ടിപ്പുകാർക്ക് സാങ്കേതിക സൗകര്യം ഒരുക്കിക്കൊടുത്ത ജാർഖണ്ഡ് സ്വദേശി സെയ്ഫ് ഹൈദറിനെയും അറസ്റ്റ് ചെയ്യും. അവരെ അടുത്ത ദിവസം ആലപ്പുഴയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ഇവർ ഉൾപ്പെടെ 10 പേർ ഗുജറാത്തിലെ സബർമതി ജയിലിലുണ്ട്. ഇതിൽ 4 പേർ തായ്വാൻ സ്വദേശികളാണ്. ഇതിൽ 2 പേരെ നേരത്തെ ആലപ്പുഴയിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് 2 തായ്വാൻകാരുടെ പങ്ക് വ്യക്തമായത്. ടൈം ന്യൂസ് ചേർത്തല. സമഗ്ര വികസന പദ്ധതിയുമായി മുഹമ്മ പഞ്ചായത്തിന് വാർഷിക ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ND റജി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മത്സ്യത്തൊടുത്ത് ആട്ടിൻകൂട്, കോഴി, താറാവിൻ കൂടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് കഴിയും. അത് നമ്മുടെ ഈ രംഗത്ത് ഒരു നല്ലൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വയോജന സൗഹൃദ പഞ്ചായത്ത് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2030 വയോജന ജനസംഖ്യയുടെ 25% വരുമെന്നാണ്. വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനാണ് പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ പേരെയും പാലിയേറ്റീവ് രോഗികളെയും ഉൾപ്പെടുത്തി അയൽക്കൂട്ടം രൂപീകരിച്ച് കെയർ പ്ലാൻ തയ്യാറാക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കെയർ പ്ലാൻ സർവേയിലൂടെ കണ്ടെത്തുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നതാണ്.
യോഗ, ഭക്ഷണ ക്രമീകരണം, സൗഹൃദം സ്ഥാപിക്കൽ, വിജ്ഞാനപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടൽ, മരുന്നിൻ്റെ ഉപയോഗം ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കുക എന്നീ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ 25 അംഗൻവാടിക്ക് 43 ലക്ഷം, വിദ്യാഭ്യാസം അനുബന്ധ മേഖല 1.935 കോടി, പട്ടികജാതി പട്ടികവർഗ മേഖല 45 ലക്ഷം, മൃഗസംരക്ഷണ മേഖല 60 ലക്ഷം, തൊഴിലുറപ്പ് 10.5 ലക്ഷം, ശിശുക്ഷേമം 6 ലക്ഷം, പകർച്ചവ്യാധി പ്രതിരോധം 5 ലക്ഷം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന തരത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഉൽപ്പാദന മേഖലയ്ക്ക് 2 കോടി 10 ലക്ഷം രൂപയും, സേവന മേഖലയ്ക്ക് 21 കോടി 22 ലക്ഷവും, പശ്ചാത്തല മേഖലയ്ക്ക് 1 കോടി 32 ലക്ഷം രൂപയും, തൊഴിലുറപ്പ് മേഖലയ്ക്ക് 1 കോടി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നസീമ ടീച്ചർ, എം ചന്ദ്ര, സി ഡി വിശ്വനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ദാമോദരൻ, ബി വിഷ്ണു, ടി സി മഹീധരൻ, ജി സതീഷ്, പഞ്ചായത്ത് സെക്രട്ടറി എം ബി മഹീധരൻ, പഞ്ചായത്ത് ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് മുഹമ്മ. മണ്ണഞ്ചേരി പഞ്ചായത്തിൻ്റെ 68 കോടിയുടെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പി എ ജുമൈലത്താണ് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 കാലയളവിലേക്കുള്ള ബഡ്ജറ്റ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിയ ജനറൽ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് പി എ ജുമൈലത്ത അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖലയിൽ നാളിതുവരെയുള്ള ചിലവ് 1,73,79,291 രൂപ ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ചിലവ് ശതമാനം 37.8%. വിത്ത്, വളം, കൂലിച്ചെലവ് സബ്സിഡി എന്നിവ നൽകുന്നുണ്ട്. പപ്പയ കൃഷി പ്രോത്സാഹനത്തിനായി പപ്പയ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇടവിള കൃഷി പ്രോത്സാഹനത്തിനായി ഇടവിള കിറ്റും വളവും, മഞ്ഞൾ കൃഷി വ്യാപനത്തിനായി മണ്ണഞ്ചേരി ബ്രാൻഡഡ് മഞ്ഞൾ എന്ന പദ്ധതിയും നടപ്പിലാക്കി. 68,58,18,480 രൂപ ആകെ വരവും 68,47,87,230 രൂപ ആകെ ചെലവും 55,56,100 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റ് യോഗം ചർച്ച ചെയ്തു. ലൈഫ് ഭവന പദ്ധതി നിർമ്മാണം, വയോജനക്ഷേമം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, തൊഴിൽ നിർമ്മാണ മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, കാർഷികം, ശുചിത്വം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിലാണ് ഇത്തവണ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഉൽപ്പാദന മേഖലയ്ക്ക് 1,75 ലക്ഷം രൂപയും, സേവന മേഖലയ്ക്ക് 18,13,99,798 രൂപയും, പശ്ചാത്തല മേഖലയ്ക്ക് 2,73,50,295 രൂപയും, തൊഴിലുറപ്പ് പദ്ധതിക്കായി 14,18,60,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് സന്തോഷ്, കെ പി ഉല്ലാസ്, കെ ഉദയമ്മ, ജനപ്രതിനിധികളായ ദീപ്തി അജയകുമാർ, നവാസ് നൈന, എം വി സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി ഷെയ്ഖ് ബിജു സി എസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സീമ റോസ്, ജൂനിയർ സൂപ്രണ്ട് എം സുധീർ, അക്കൗണ്ടന്റ് സൈദത്ത് നിസ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. മലയാള നാടകലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ KKR കായ്പുറത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ്. വൈകിയാണെങ്കിലും അവാർഡ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് മുഹമ്മ കായ്പുറം ഗ്രാമം. മലയാള നാടകലോകത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ KKR കായ്പുറത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ്. സാമൂഹ്യ പരിഷ്കരണത്തിന് ഊന്നൽ നൽകി KKR കായ്പുറം രചിച്ച നാടകങ്ങൾ ഇന്നും മലയാളക്കരയുടെ മനസ്സ് കീഴടക്കി മുന്നേറുന്നു. മറ്റ് നാടകത്തിൽ എടുക്കാൻ ഭയപ്പെടുന്ന ചില സബ്ജക്റ്റുകൾ എടുത്ത് നാടകമാക്കി അവതരിപ്പിച്ചു എന്നതാണ് ഇതൊരു അംഗീകാരം. കുറേ കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട് അവാർഡിന് വേണ്ടിയൊന്നും ഞാൻ നാടകം എഴുതിയിട്ടില്ല. എങ്കിലും ഒരു അംഗീകാരം ഇപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. 60ഓളം നാടകങ്ങളുടെ രചയിതാവാണ് KKR കായ്പുറം. 1985 വൈക്കം വിഭജിക തിയേറ്റേഴ്സിന് വേണ്ടി നാടകരചന നടത്തിയാണ് ഈ രംഗത്തേക്ക് ചുവടുവച്ചത്. ഭാരതപുത്രൻ, അവതാരപുരുഷൻ, സർ CP രാമസ്വാമി അയ്യർ, കർഷക രാജാവ്, അമരഗന്ധർവൻ, ഇരയിമ്മൻ തമ്പി തുടങ്ങിയ നാടകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ചരിത്ര സംഭവങ്ങൾ ഇതിവൃത്തമാക്കി രചിച്ച നാടകങ്ങൾ പലതും മലയാളിയുടെ ചരിത്രബോധത്തിന് പുതുവെളിച്ചമേകുന്നതായി. ജീവിതം കലയ്ക്കായി നീക്കിവെച്ച KKR കായ്പുറത്തിനെ തേടി വൈകിയെങ്കിലും സംസ്ഥാന അംഗീകാരം വന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് കായ്പുറം ഗ്രാമം. KKR കായ്പുറം എന്നറിയപ്പെടുന്ന അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന നാടകങ്ങൾ എഴുതി അദ്ദേഹം പല വേദികളിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്കാര സാഹിതി ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വസതിയിലെത്തി പൊന്നാട ചാർത്തി ആദരിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ
CA ജയശ്രീ, നിയോജകമണ്ഡലം ചെയർമാൻ PV സുരേഷ് ബാബു, കൺവീനർ MD വിശ്വംഭരൻ, വിജയചന്ദ്രൻ, R ബേബി തോമസ്, സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. സൗഹൃദ കൂട്ടായ്മയും KKR കായ്പുറത്തെ ആദരിച്ചു. സാംസ്കാരിക പ്രവർത്തകനും മുൻ ഹെൽത്ത് സൂപ്പർവൈസറുമായ ബേബി തോമസ് പൊന്നാട അണിയിച്ചു. എഴുത്തുകാരൻ പ്രസന്നൻ കല്ലാപ്പുറം, നാടക പ്രവർത്തകൻ അജി മുഹമ്മ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. തകഴി കനിവ് പാട്ടുകൂട്ടത്തിനാണ് വാദ്യോപകരണങ്ങൾ നൽകിയത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ SC വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. തകഴി കനിവ് പാട്ടുകൂട്ടം സംഘത്തിനാണ് വാദ്യോപകരണങ്ങൾ നൽകിയത്. ഋതം, പാട്, തകിൽ, ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് നൽകിയത്. 1 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ഈ വാദ്യോപകരണങ്ങൾ കൊടുത്ത ഒറ്റ ബ്ലോക്ക് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമായിരുന്നു. ഈ വർഷം ഞങ്ങളുടെ ഇതിനെ അനുകരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് വാദ്യോപകരണങ്ങൾക്ക് പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ വെച്ച വാദ്യോപകരണങ്ങൾ ഇപ്പൊ നമ്മൾ ഇതിൽ കൂടുതലും വാദ്യോപകരണങ്ങൾ കൊടുത്തേനെ, പക്ഷെ ഗ്രാമസഭകളിലൂടെ SC കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ കുറവാണ്. ഗ്രാമസഭകളിലൂടെ വന്ന ആളുകളുടെ എണ്ണം കുറവായി പോയതുകൊണ്ടാണ് നമ്മൾ ഇത് കുറഞ്ഞു പോയത്. നമ്മൾ വെച്ച ഫണ്ട് മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിക്കില്ല, കാരണം ആളുകൾ കുറവാണ്. വാദ്യോപകരണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 3 ടീമിന്, തകഴി 2 ടീമും എടത്തുവായിൽ 1 ടീമിന് നമ്മൾ വാദ്യോപകരണങ്ങൾ കൊടുത്തിരുന്നു. വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സാജുമോൻ പത്രോസ്, ജോയിന്റ് BDO KB അജയകുമാർ, SCDO സുജ K തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചമ്പക്കുളം. 20,000 രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് കുടിശ്ശികയായതിനെ തുടർന്ന് വീടിന്റെ ചിത്രം പതിപ്പിച്ച പോസ്റ്റർ പ്രചരിപ്പിച്ചത്. 20,000 രൂപ അടയ്ക്കാത്തതിൽ വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് ലേലത്തിനായി വീടിന്റെ ചിത്രമുള്ള പോസ്റ്റർ പതിച്ചത്. അരൂർ ചന്ദ്രൂർ പള്ളിത്തറക്കളം സുലഭ സുരേന്ദ്രൻ 5 കൊല്ലം മുമ്പാണ് വീട് നിർമ്മാണത്തിനായി കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തത്. തിരിച്ചടവ് മുടങ്ങി. 1 ലക്ഷം കുടിശ്ശികയായി. കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വീട്ടിലെത്തിയതിനെ തുടർന്ന് 80,000 രൂപ അടച്ചു. ബാക്കി 20,000 രൂപ ഏപ്രിൽ 4-ന് അടയ്ക്കാമെന്ന് അറിയിച്ചത് സുലഭ പറഞ്ഞു. വീട് പണിക്ക് വേണ്ടി 5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അത് അടച്ചോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പെൻഡിങ് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വന്നായിരുന്നു. 1 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് 80,000 രൂപ ഇങ്ങനെ പലിശക്ക് എടുത്തിട്ട് 80,000 രൂപ അടച്ചു. ബാക്കി 20,000 രൂപ അടക്കണമെന്നും പറഞ്ഞ് അവർ ഇന്നലെ ഇവിടെ ബാങ്ക് മാനേജർ 2 സാറന്മാർ വന്നിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് കേൾക്കാം, ഞങ്ങൾ അടുത്ത മാസം 4-ാം തീയതി കഴിയുമ്പോൾ അടച്ചോളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് പറ്റിക്കേല, ഈ മാസം തന്നെ അടക്കണമെന്നും പറഞ്ഞ് അവർ പോസ്റ്റ് ഇവിടെ വീട്ടിൽ ഒട്ടിച്ച്, അതുകൂടാതെ പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റ് ഒട്ടിച്ച് ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ നിവർത്തിയില്ലാതെ അകത്തിരിക്കാൻ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ധാരണയായി. ഭർത്താവ് സുരേന്ദ്രൻ നേരത്തെ മരിച്ചതാണ്. 2 ആൺമക്കളും 1 മകളും. മൂത്ത മകൻ തളർച്ച ബാധിച്ച് ചികിത്സയിലാണ്. 20,000 രൂപയാണ് നിലവിൽ കുടിശ്ശികയുള്ളത്. ഇതിനിടയിലാണ് വീട് സ്ഥലവും ലേലത്തിന് എന്നെഴുതിയ വീടിൻ്റെ ചിത്രവുമായുള്ള പോസ്റ്റർ നാട്ടിൽ പതിച്ചത്. വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിച്ചതിനെ തുടർന്ന് നിർധന കുടുംബത്തിന് വേദനയായി. ഇത് സംബന്ധിച്ച് സുലഭ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു. എന്നാൽ തുടർച്ചയായി കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന സാധാരണ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്ന് ബാങ്ക് അധികൃതരും പറയുന്നു. ടൈം ന്യൂസ് ചേർത്തല. കർഷക തൊഴിലാളി വിരുദ്ധ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം. KSKTU മാരാർകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSKTU മാരാർകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ നടത്തി. ആര്യാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം N സുധാമണി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി 3ാമതും അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം
RSSന്റെ അജണ്ടയായ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ ഇവിടുത്തെ മതേതര ജനാധിപത്യ സംവിധാനത്തെ ആകെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് RSSന്റെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന പോലും ഉണ്ടാക്കിയെടുക്കാൻ അവർ പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലായിരുന്നു. പക്ഷെ അത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ട് അത് തൊടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. വിജി കണ്ണൻ അധ്യക്ഷയായി. ലീല മോഹൻ സ്വാഗതം പറഞ്ഞു. CPM മാരാർക്കുളം ഏരിയ സെക്രട്ടറി P. രഘുനാഥ്, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി PD ശ്രീദേവി, രജിത ബാബു, B. ജിജിമോൻ, G. രാജീവ്, N. ഹരിലാൽ, TS നടേശൻ, K. കാർത്തികേയൻ, KV കുഞ്ഞുകുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. രോഗനിർണയ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുമായി ചേർത്തലയിൽ ഒരു ലാബ് പ്രവർത്തനം ആരംഭിച്ചു. KR ലാബ് ആൻഡ് ECG. ചേർത്തല സെൻറ് മേരീസ് പാലത്തിന് കിഴക്കേക്കരയിലാണ് KR ലാബ് ആൻഡ് ECG പ്രവർത്തനം ആരംഭിച്ചത്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ലാബിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്നിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പം നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അസുഖങ്ങളുള്ളതാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഡോക്ടർക്ക് കയ്യിൽ ചെല്ലുമ്പോഴത്തേക്കും അത് വിദഗ്ധമായ ലാബുകളിലേക്ക് പോകുവാനായിട്ടുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ചേർത്തലയുടെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചേർത്തലയുടെ ഹൃദയഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് ഇവിടെ എത്തുവാനായിട്ടുള്ളതായിട്ടുള്ള സൗകര്യമുണ്ട്. അതിനേക്കാൾ ഉപരി കാർ പാർക്കിംഗ് അടക്കം ഉള്ളതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അത് നല്ല നിലയിലേക്ക് പ്രവർത്തിക്കട്ടെ, നല്ല രീതിയിലേക്ക് പോകട്ടെ. ആരോഗ്യമേഖലയിൽ രോഗനിർണയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചേർത്തലയിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയാണ് KR ലാബ് എന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ വളരെയേറെ പരിചയസമ്പന്നരും പാരമ്പര്യവുമുള്ള ഒരു ഗ്രൂപ്പാണ് KR ഗ്രൂപ്പ്. അവർ നമ്മുടെ മാറുന്ന ചേർത്തലയ്ക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനികമായ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചേർത്തലയിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. അതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് KR ലാബ് എന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചേർത്തലയിലെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ സൗകര്യം പ്രയോജനമാകും. അത് നന്നായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. രോഗനിർണയ രംഗത്തെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുമായി, ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുമായി KR ലാബ് ആൻഡ് ECG ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് കിഴക്കുവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. CBC, ESR, ഷുഗർ, കൊളസ്ട്രോൾ, SGOT, SGPT, യൂറിയ, ക്രിയാറ്റിൻ, കാൽസ്യം തുടങ്ങിയ വിവിധതരം ടെസ്റ്റുകൾ, ബേസിക് ഹെൽത്ത് ചെക്കപ്പുകൾ, സിൽവർ ഹെൽത്ത് ചെക്കപ്പ്, പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് എന്നിങ്ങനെയുള്ള വിശദമായ ചെക്കപ്പ് സൗകര്യവും ലഭ്യമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 10 വരെയുള്ള ലാബിന്റെ സേവനത്തോടൊപ്പം പരിശോധനാ സാമ്പിളുകളുടെ ഹോം കളക്ഷൻ സൗകര്യവും ലഭ്യമാണ്. മറ്റെവിടത്തെക്കാളും കുറഞ്ഞ നിരക്കിൽ.
KR ലാബ് ആൻഡ് ECG സെന്റർ, ചേർത്തല സെന്റ് മേരീസ് പാലത്തിന് കിഴക്ക് വശം, ചേർത്തല. മാധ്യമപ്രവർത്തനം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ അരൂരിൻ്റെ കുട്ടപ്പൻ ചേട്ടൻ ഓർമ്മയായി. 4.5 പതിറ്റാണ്ട് കാലം മാധ്യമരംഗത്ത് സജീവമായിരുന്നു അരൂരുകാർ കുട്ടപ്പൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന KM അവിര. ദീർഘകാലം മലയാള മനോരമ അരൂർ പ്രാദേശിക ലേഖകനായിരുന്ന കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന KM അവിര 66 അന്തരിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം 27-ന് വൈകിട്ട് 4-ന് സെൻറ്റ് റാഫേൽ പള്ളിയിൽ നടക്കും. നീണ്ടകര സെൻറ്റ് മാർട്ടിൻ സ്കൂൾ ജീവനക്കാരനായിരുന്നു. പിന്നീട് ദീപിക ദിനപത്രത്തിൻ്റെ പ്രാദേശിക ലേഖകനായും 90കളുടെ തുടക്കത്തിൽ മലയാള മനോരമയിലും എത്തി. ചമ്മനാട് ദുരന്തം നടന്നപ്പോൾ ആദ്യം സ്ഥലത്തെത്തി വാർത്ത പുറം ലോകത്തെത്തിച്ച പ്രാദേശിക ലേഖകന്മാരിൽ ഒരാളായിരുന്നു കുട്ടപ്പൻ. 66-ാം വയസ്സിലും വാർത്താശേഖരണത്തിന് എല്ലാ കേന്ദ്രങ്ങളിലും ഓടിയെത്തുന്ന കുട്ടപ്പൻ ചേട്ടൻ എല്ലാവർക്കും സുപരിചിതനായിരുന്നു. ഭാര്യ എൽസമ്മ, മക്കൾ നജിൽ, നിഖിൽ, നിവിൻ. മുഹമ്മ കായ്പുറം പൂജവെളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അഷ്ടലക്ഷ്മി നിറപറ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മ പൂജവെളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടലക്ഷ്മി നിറപറ സമർപ്പണം ഭക്തിസാന്ദ്രമായി. CK ചിത്രാദേവി മുല്ലശ്ശേരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ശ്രീകോവിലിന് മുന്നിൽ ഒരുക്കിയ വേദിയിലാണ് ചടങ്ങ് നടന്നത്. വ്രതശുദ്ധിയോടെ എത്തിയ വിശ്വാസികൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി 7 പറകൾ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. നെല്ല്, അരി, അവിൽ, പണം, മലർ, മഞ്ഞൾ, തുളസി എന്നിവയാണ് പറയായി സമർപ്പിക്കുന്നത്. ആദ്യം നെൽപ്പറയാണ് സമർപ്പിക്കുക. രാവിലെ മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണിവരെ വിശ്വാസികളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് CS അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ബിനു C ആശാരിപ്പറമ്പ്, സെക്രട്ടറി PR ദാസപ്പൻ, ജോയിന്റ് സെക്രട്ടറി T സാബു കല്ലാട്ട്, ട്രഷറർ KK വിശ്വൻ കല്ലാട്ട് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തല മായിത്തറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം. രോഹിണി മഹോത്സവ ചടങ്ങുകളും ഇതോടൊപ്പം ആരംഭിച്ചു. ചേർത്തല മായിത്തറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 20ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും രോഹിണി മഹോത്സവത്തിനും തിരിതെളിഞ്ഞു. മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിനും രോഹിണി മഹോത്സവത്തിനും തിങ്കളാഴ്ച വൈകിട്ട് 7-ന് മായിത്തറ അറക്കേച്ചിറയിൽ ശിവപ്രസാദ് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് CN ഭാസ്കരൻ തന്ത്രികൾ യജ്ഞമണ്ഡപത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തി. മായിത്തറ ജയഭവനം കാർത്തിയായനിയമ്മ ഭാഗവത സമർപ്പണം നടത്തി. യജ്ഞാചാര്യൻ ഭാഗവതരത്നം സുകുമാരൻ നായർ അമ്പലപ്പുഴ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. മാർച്ച് 31-ന് അവഭൃത സ്നാനത്തോടുകൂടി ഭാഗവത സപ്താഹയജ്ഞ ചടങ്ങുകൾ അവസാനിക്കും. ഏപ്രിൽ 2-നാണ് രോഹിണി മഹോത്സവം സമാപിക്കുക. നിരവധി ഭക്തർ ഭദ്രദീപ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല മരുത്തോർവട്ടം തായപ്പള്ളി കൊച്ചുവെളി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 1-ന് സമാപിക്കും. ചേർത്തല തായപ്പള്ളി കൊച്ചുവെളി ഭഗവത് ക്ഷേത്രത്തിൽ മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 25 ചൊവ്വാഴ്ച 7:30-നും 8-നും മധ്യയാണ് തൃക്കൊടിയേറ്റ് കർമ്മം നടന്നത്. ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നത്. കൊടിയേറ്റിന് ശേഷം അത്താഴപൂജ, ശീവേലി, നടയടപ്പ്, കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു. മാർച്ച് 28 വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് പട്ടും താലിയും എഴുന്നള്ളത്തും വൈകിട്ട് 7:30-നും 8-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ പട്ടും താലിയും ചാർത്തൽ ചടങ്ങും നടക്കും.
8ാം ഉത്സവ ദിനമായ മെയ് 1 ചൊവ്വാഴ്ച ആറാട്ടോടുകൂടി മീനഭരണി മഹോത്സവം സമാപിക്കും. രാജീവ് ശാന്തികളാണ് ക്ഷേത്രം മേൽശാന്തി. ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളായ ജിനീഷ് TC, BS ബിജു, PD സന്തോഷ്, രഞ്ജിത്ത് B, പ്രജീഷ്, ഉണ്ണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ചേർത്തലയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ഈ മാസം 28-ന് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി MB രാജേഷ് പ്ലാന്റ് നാടിന് സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേർത്തല നഗരസഭയ്ക്ക് 74 കോടിയുടെ വാർഷിക ബഡ്ജറ്റ്. സാമൂഹ്യക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുന്തിയ പരിഗണന. വൈസ് ചെയർമാൻ TS അജയകുമാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് ചേർത്തലയുടെ സമഗ്ര വികസനത്തിന് വഴിതുറക്കുമെന്ന് ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ട് പുറപ്പാടും തിരിച്ചെഴുന്നള്ളത്തും ദർശിച്ച് ഭക്തസഹസ്രങ്ങൾ സായുജ്യരായി. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7,65 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ്. 2 തായ്വാൻ സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു. 20,000 രൂപ അടയ്ക്കാത്തതിന് വീട്ടിലും നാട്ടിലും പോസ്റ്റർ പതിപ്പിച്ച ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് ഒരു നിർധന കുടുംബം. കേരള ഗ്രാമീൺ ബാങ്ക് എരമല്ലൂർ ശാഖയാണ് ലേലത്തിനായി വീടിന്റെ ചിത്രമുള്ള പോസ്റ്റർ പതിപ്പിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.